ഞാൻ ആക്ച്വലി ആദ്യം വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്തായിരുന്നു. ഏതിന്? ഇത് ഏവിയേഷൻ്റെ. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങോട്ട് വന്നതാണ്. ആക്ച്വലി എനിക്ക് ഈ രണ്ട് ഇതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഇവരെ വേ ഓഫ് ടീച്ചിങ്, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ എങ്ങനെ ആക്ട് ചെയ്യേണ്ടതെന്നാണ് ഇവർ മെയിനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലതാണ്, എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാം ലൈവായിട്ടാണ് ചെയ്തു തരുന്നത്, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ജോലി കിട്ടുന്ന 100% ഉറപ്പാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് താഴത്തുനിന്ന് ഇങ്ങനെ ഒരു ആംബിയൻസ് പ്രതീക്ഷിച്ചിട്ടല്ല കയറി വന്നത്. അപ്പോൾ ആംബിയൻസ് ഓക്കെയാണ്? ആംബിയൻസ് മാത്രമല്ല, എഡ്യൂക്കേഷൻ ആയാലും ക്വാളിറ്റി തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആണല്ലേ. ഞാൻ കോട്ടക്കൽ അഡ്രിക്കോട്ടുള്ള നമ്മുടെ നാട്ടിലെ സ്ഥാപനമുണ്ട്. ഒരു പക്ഷേ ഒരുപാട് പേർക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഞാൻ അറിയുന്ന ആളുകളാണ് ഈ സ്ഥാപനം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ഇതിൻ്റെ പേര് ജേണി ബോൺ അക്കാദമി എന്നാണ്. പിന്നെ അക്കാദമി ഓഫ് ഏവിയേഷൻ ആൻഡ് ടൂറിസം. കൂടാതെ ഇവരെ അയാട്ട കാനഡ ഓതറൈസ്ഡ് സെന്റർ ആണ്. മലപ്പുറം ജില്ലയുടെ ഫസ്റ്റ് അയാട്ട ക്ലാസിക് ഹെഡ് ഓഫീസും കൂടിയാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് അല്ലേ? എവിടെയാണ് തമിഴ്നാട്? എവിടെ? തമിഴ്നാട്ടിലെ തഞ്ചാവൂർ. എങ്ങനെ ഇവിടെ എത്തി? ഇവിടെ അമ്മ അച്ഛൻ ഇവിടെ ആയതൊട്ട്. ആണല്ലേ. എങ്ങനെയുണ്ട് ഈ സ്ഥാപനം? സ്ഥാപനം സൂപ്പറാണ്. ക്ലാസ് എങ്ങനെയുണ്ട്? അതാണ് അറിയേണ്ടത്. ക്ലാസ് അടിപൊളിയാണ്. ആണല്ലേ. എന്താ ആഗ്രഹം? എന്താ ഇത് കഴിഞ്ഞിട്ട് എന്താ ജോലി ഉദ്ദേശിക്കുന്നത്? എയർലൈനിൽ കയറണമെന്നാണ്. ആണല്ലേ. ഇവിടെ എങ്ങനെയുണ്ട്? ഇവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ട് കാര്യങ്ങൾക്കൊക്കെ? യെസ്. നമ്മൾ ഓൺലൈനായിട്ട് എങ്ങനെയാണ് ബുക്ക് ചെയ്യുക? അപ്പോൾ എയർലൈൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഖത്തറേവേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അമേഡിയസ് നോട്ട്. അതിനകത്ത് എങ്ങനെ ഒരു ബുക്കിംഗ് ചെയ്യാം, ഇതന്നെയാണ് ഇവരെ റിയൽ ലൈഫിലും ഇവർ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ പാർട്ടാണ്. യെസ്, അത് തന്നെയാണ് പഠിക്കുന്നത്. റിയലി ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെങ്ങനെ വ്യത്യാസങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പേര്? സൽമാൻ. സൽമാൻ. എവിടെ വീട്? ഞാൻ കോട്ടകം. കോട്ടക്കല്. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് വന്നു. ഇപ്പോൾ വന്നപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ശക്തി മനസ്സിലായത്. എങ്ങനെയുണ്ട് നമ്മുടെ ജേണി ബോൺ അക്കാഡമി? ജേണി ബോൺ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെ റെക്കമെൻഡേഷൻ ചെയ്ത് വന്നാ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് താഴത്തുനിന്ന് ഇങ്ങനെ ഒരു ആംബിയൻസ് പ്രതീക്ഷിച്ചിട്ടല്ല കയറി വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ ചേരാൻ തോന്നി. അപ്പോൾ അങ്ങനെ ഡിഗ്രി സെലക്ട് ചെയ്ത് ഇപ്പോൾ ഫൈനൽ ഇയർ എത്തി നിൽക്കുകയാണ്. അവസാനമായി ഒക്കെ ചെയ്തിരിക്കും. എന്ത് തോന്നുന്നു? നല്ലതാണ്. ആംബിയൻസ് ഓക്കെയാണ്? ആംബിയൻസ് മാത്രമല്ല, എഡ്യൂക്കേഷൻ ആയാലും ക്വാളിറ്റി തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആണല്ലേ. പേരെന്താ? പേര് പ്രിൻസി. വീട് എവിടെ? കാടാമ്പുഴ. കാടാമ്പുഴ അല്ലേ. എങ്ങനെയുണ്ട് ഇവിടെ? നല്ലതാണ്, എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാം ലൈവായിട്ടാണ് ചെയ്തു തരുന്നത്, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ജോലി കിട്ടുന്ന 100% ഉറപ്പാണ്. ഉറപ്പാണല്ലേ. നല്ല പ്രതീക്ഷയുണ്ട്. എവിടെയാണ് താങ്കൾക്ക് ജോലി ചെയ്യാൻ? എന്തായാലും കേരളത്തിന് പുറത്തേ നോക്കുന്നുണ്ട്. എന്തായാലും കിട്ടുന്ന ഉറപ്പാണ്. കിട്ടട്ടെ, ഞാൻ അതിന് പ്രാർത്ഥിക്കാം. പേരെന്താ? My name is Suzair. I am the part of Summer Scoop. So ഈ സമ്മർ സ്കൂപ്പ് അതെന്ന് പറഞ്ഞാൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ഈ ഡിപ്ലോമ ആയാലും ഡിഗ്രി ആയാലും ഇവർക്ക് ലാസ്റ്റിൽ ഏകദേശം ഒരു 1 മന്ത് അല്ലെങ്കിൽ അതിന് കൂടുതൽ GDS ആണെങ്കിലും മൊത്തത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് എന്താ പറയുക, അത്യാവശ്യം നല്ലോണം ഇമ്പാക്റ്റ് വരുന്നൊരു കോലത്തിൽ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നൊരു ക്ലാസ്സാണ്. അതാണ് ഞാൻ അതന്നെ മെൻഷൻ ചെയ്തത്. ഒരു പക്ഷേ എല്ലായിടത്തും കിട്ടാത്തൊരു സംഭവമായിരിക്കും അത്. സോ അതിന് ആപ്റ്റായിട്ടുള്ള സാറുമാരും നല്ലതാണ്. അതാണ് എന്താ ഉദ്ദേശിക്കണത്? എവിടെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കണത്? അബ്രോഡ് തന്നെ. അബ്രോഡ്. അതിനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയോ? ഓഫ് കോഴ്സ്, വൈ നോട്ട്. ആണല്ലേ. പേരെന്തായിരുന്നു? അൻഷിഫ. വീട്? കടുങ്ങാത്തുകൊണ്ട്. ഈ സ്ഥാപനം എങ്ങനെ അറിഞ്ഞത്? എൻ്റെ കസിൻ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കസിൻ ഇപ്പോൾ എവിടെ? കസിൻ ഇപ്പോൾ അബ്രോഡ് വർക്ക് ചെയ്യാൻ. ഇയാൾ വന്നതിന് ശേഷം ഇപ്പം എന്തായി? ഫൈനൽ ഇയർ ലാസ്റ്റ് മൊമെന്റ് ആണല്ലേ? ലാസ്റ്റ് മന്താണ്. എന്ത് തോന്നുന്നു സ്ഥാപനം? സ്ഥാപനം അടിപൊളിയാണ്. നമുക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എഡ്യൂക്കേഷനിലായാലും നമ്മളുടെ പേഴ്സണാലിറ്റി ആയാലും നമ്മളുടെ അപ്പിയറൻസ് ആയാലും എല്ലാത്തിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. എവിടെ ജോലി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ബാംഗ്ലൂർ. ഓക്കെ. ഏതായാലും ഗംഭീരാണ് ഇവിടെ. പേര്? എൻ്റെ പേര് മുഹമ്മദ് അഫ്സൽ. അഫ്സൽ ഡിപ്ലോമക്ക? അല്ല, ഞാൻ ഡിഗ്രി തന്നെയാണ് അല്ലേ? യെസ്. എങ്ങനെയുണ്ട് സ്ഥാപനം? സംഭവം ഞാൻ ആക്ച്വലി ആദ്യം വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ജോയിൻ ചെയ്തായിരുന്നു. ഏതിന്? ഇത് ഏവിയേഷൻ്റെ. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങോട്ട് വന്നതാണ്. ആക്ച്വലി എനിക്ക് ഈ രണ്ട് ഇതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഇവരെ വേ ഓഫ് ടീച്ചിങ്, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ എങ്ങനെ ആക്ട് ചെയ്യേണ്ടതെന്നാണ് ഇവർ മെയിനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ്. അതായത് നമുക്ക് ഇപ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ. ഇവിടെ ആകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ
എങ്ങനെയാണ് ഒരു കമ്പനിയിലുള്ള അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ടു സെറ്റ് പറഞ്ഞു തരുന്നുണ്ടല്ലേ? Yeah, of course. എവിടെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം? ഞാൻ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. ഉടൻ തന്നെ ട്രൈ ചെയ്യും. ഓഫ് കോഴ്സ്. എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. മാഷാ അല്ലാ, അടിപൊളി. ഉഷാറാട്ടെ. ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഇവർ പ്രോപ്പർ ട്രെയിനിങ് നല്ലപോലെ കൊടുക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് ഇവരൊക്കെ വിമാനത്തിലും എയർപോർട്ടിലും ട്രാവൽസിലും നാട്ടിലും എബ്രോഡിലൊക്കെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ അതിന് വെറും തിയറി മാത്രം പോരാ, പ്രാക്ടിക്കലി ഒരു എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം. അതായത് നമ്മൾ വെറും പുസ്തകത്താളുകളിൽ നിന്ന് മാത്രം പഠിച്ചുകൊണ്ട് ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയിൽ ഒരിക്കലും ജോലി കിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്. നമ്പർ 1 കമ്മ്യൂണിക്കേഷൻ, വെദർ ഇറ്റ് ഈസ് മലയാളം ഓർ ഇംഗ്ലീഷ്. പ്രോപ്പർ ട്രെയിനിങ് ആണ് നമ്മുടെ സ്റ്റുഡൻസ് 100% വിത്ത് 40-50,000 സ്റ്റാർട്ടിങ് സാലറി കൊണ്ട് ജോബിലെത്തുന്നതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ സ്റ്റുഡൻസ് മോൾഡ് ചെയ്തിട്ട് ഈ രൂപത്തിലെത്തുള്ളൂ. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും ഈ സ്റ്റുഡൻസ് ജോബ് കിട്ടാതെ നടക്കുന്നതിൻ്റെ കാരണം പ്രോപ്പർ ട്രെയിനിങ്ങും അവർക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം തന്നെ. അത് 100% നമ്മുടെ പ്ലേസ്മെൻറ്റിൽ എത്തിച്ചേരുന്നത് ഞങ്ങളുടെ ട്രെയിനിങ് ക്വാളിറ്റി കൊണ്ട് മാത്രം. അവർ സ്ഥാപനത്തിൽ എപ്പോഴും അതിൻ്റെ ശക്തി പ്രിൻസിപ്പൾക്ക് തന്നെയാണ്, സംശയമില്ല. നമ്മൾ കോട്ടയക്കൽക്കാരനാണ്, അങ്ങനെ കൂടെ ഉള്ള സന്തോഷമുണ്ട്. പിന്നെ റിയാസ് സാർ. യെസ്. ഓക്കെ, സന്തോഷം. എന്താണ് നിങ്ങളിവിടെ എന്തൊക്കെ എൻ്റെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക, എന്താണ്? ഓക്കെ, തീർച്ചയായിട്ടും. നമുക്ക് മറച്ചു വെക്കാൻ ഇതിനൊന്നുമില്ല. നമ്മൾ വളരെ ജെന്യൂനായിട്ട് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ. ഇപ്പോൾ 10-20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ് ഞങ്ങൾ. ഇപ്പോൾ ഞാനിത് 16ാമത്തെ വർഷമാണ്. കൂടല സർ 20 വർഷം കഴിഞ്ഞു. ലാംഗ്വേജ് ട്രെയിനർ 14 വർഷമായി. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ട്രെയിനിങ്ങിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികളിൽ എന്ത് വേണം, എങ്ങനെ ട്രെയിൻ ചെയ്യണം, കമ്പനികൾ ഉദ്ദേശിക്കുന്ന സ്കിൽ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത്, ഇപ്പോൾ അത്രയും വർഷം മുന്നത്തെ അപ്ഡേറ്റ് മാത്രമല്ല ഇപ്പോഴും എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. നമ്മൾ കരിക്കുലത്തിൽ മാറ്റം വരുത്താറുണ്ട്, കുട്ടികളോട് പറയുന്ന കാര്യത്തിൽ വ്യത്യാസം വരുത്താറുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്കൊരു 3 മാസം തൊട്ടിട്ട് 3 വർഷം വരെയുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ 3 മാസം എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും മറ്റ് സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ട് വരെ ജോലി ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് 100% അവരെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയാം അതെങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളത്. 6 മാസം ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് 6 മാസം കോഴ്സ് എടുക്കാം, 1 വർഷത്തെ എടുക്കാം. +2 കഴിഞ്ഞ കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ 6 മാസം 1 വർഷത്തൊക്കെ കോഴ്സ് ഉണ്ട്. 3 വർഷത്തെ ഡിഗ്രിയോട് കൂടി ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താ വെച്ചാൽ +2 കഴിഞ്ഞ പാട് നേരെ 3 കൊല്ലം കൊണ്ട് 10-12ഓളം സർട്ടിഫിക്കറ്റ്സുകളും നേരെ ജോലിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കൊടുക്കും. അപ്പോൾ നമ്മൾ വെറും പഠിപ്പിക്കൽ മാത്രമല്ല, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി. ഇപ്പോൾ പല കുട്ടികൾക്കും വന്നിട്ട് എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് അറിയില്ല, ആളുകളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല, ഒന്ന് ഓഫീസിലെ മര്യാദകൾ അറിയില്ല. ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലി പഠിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് ജോലി കിട്ടുള്ളൂ. ഓൺലൈൻ ട്രാവൽ കമ്പനികൾ, എയർലൈൻസുകൾ, എയർപോർട്ട്സുകൾ, ഹോസ്പിറ്റാലിറ്റി കമ്പനികൾ, വിസ കൺസൾട്ടൻറ്റ്, ടൂർ ഓപ്പറേഷൻസ്, കോർപ്പറേറ്റ് ട്രാവൽ മാനേജ്മെൻറ്റ് ഏരിയ, ഇങ്ങനെ എണ്ണാൻ നിന്ന ഒരു 10-30 മേഖലകൾ ഇതിനകത്തുണ്ട്. അല്ലാതെ 1-2 ജോലി സാധ്യതകൾ മാത്രമൊന്നുമല്ല. അപ്പോൾ ഇതിലേക്കൊക്കെ സ്യൂട്ടബിൾ ആവുന്ന ആളുകളെ അതത് സമയത്ത് വേക്കൻസിക്ക് പലപ്പോഴും 30 ആളെ 40 ആളൊക്കെ ചോദിക്കും ഒരു കമ്പനി. കൊടുക്കാൻ നമ്മളെടുത്ത് ഉണ്ടാവാത്ത അവസ്ഥ വരെ വരാറുണ്ട്. ഇതിൽ വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാം ഉണ്ട്. എയർപോർട്ട് വിസിറ്റ് ഉണ്ട്, ഓൾ ഇന്ത്യ ട്രിപ്പ് ഉണ്ട്, ഫ്ലൈറ്റ് ട്രിപ്പ് ഉണ്ട്. കാരണം ഈ പഠിക്കുന്നത് ഇവർ അറിയണം. അതുപോലെ ഇന്റർനാഷണലി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളൊക്കെ ലൈവിൽ പ്രാക്ടിക്കലി ചെയ്യാറ്. അതിൻ്റെ മത്സരങ്ങൾ, ആഴ്ചയിലുള്ള പ്രോഗ്രാംസുകൾ. ഇപ്പോൾ ഈ കാണുന്ന എവിയോസ് എന്ന് പറയുന്ന സാധനം തന്നെ ഇപ്പോൾ ഒരു തീമാണ്, എയർലൈൻ റിലേറ്റഡ് സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. അങ്ങനെ 100 കണക്കിന് സാധ്യതകൾ, ആക്ടിവിറ്റീസും അതുപോലെ എങ്ങോട്ടൊക്കെ ഇവരെ കൊണ്ടുപോകാൻ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ട്രെയിനിങ് സെറ്റ് ചെയ്തത്. ഇത് കോട്ടയ്ക്ക് ശരിക്ക് എഡ്രിക്കോഡ് ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ എഡ്രിക്കോഡ് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പഴയ ആളുകൾക്കൊക്കെ അറിയാം YSC എന്നുള്ളതൊരു വികാരം കൂടെയായിരുന്നു. YSC ഗ്രൗണ്ട് എന്നുള്ളത് ആ ഗ്രൗണ്ടിലേക്ക് കയറുന്നിടത്ത് തന്നെയാണ്. ഫസ്റ്റ് ലെഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് കാണാം. പുറമേ നിന്ന് കാണുമ്പോൾ പലപ്പോഴും ഒരു വിഷയമുണ്ട്, ഇതിങ്ങനെ ഒരു സ്ഥാപനം ഉള്ളത് പലരും അറിയില്ല. പരസ്യങ്ങളുടെ കുറവ് തന്നെയാണ് പ്രധാനമായിട്ട്. പക്ഷെ നമുക്ക് വരുന്ന കുട്ടികളെല്ലാം അറിഞ്ഞ് വരുന്നവരാണ്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആളുകൾ ഇപ്പം ഇന്നൊരു സ്റ്റാഫിന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന സമയത്തായാലും അവരുടെ മൈൻഡിലും വന്നത് ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം തൊട്ടേ നമ്മൾ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ ക്വാളിറ്റി എന്നുള്ളത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് നമ്മളെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായതുകൊണ്ടൊന്നും അങ്ങനെ ചെയ്തതല്ല. നേരെ മറിച്ച് ഇവർക്ക് വേണ്ട ഫെസിലിറ്റികൾ ഇന്നതായിരിക്കണം, അപ്പോഴേ ഇവരെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ആ ഇരുത്തം പ്രധാനമാണ്, അവരുടെ നീറ്റ്നെസ് പ്രധാനമാണ്, ഡിസിപ്ലിൻ പ്രധാനമാണ്, അവരുടെ മാറ്റം പ്രധാനമാണ്, കമ്മ്യൂണിക്കേഷൻ നമ്മൾ 40% എന്ന് വേണമെങ്കിൽ പറയാം. സിലബസിൽ അത്രയും വെയിറ്റേജ് കൊടുക്കുന്നത്. കാരണം എല്ലാ ആഴ്ചയിലും ഇവർ മറ്റുള്ളവരെ മുമ്പിൽ സംസാരിക്കാനും ഇതിലൊക്കെ ഉള്ള ട്രെയിൻ ചെയ്ത് എടുത്ത് ക്ലാസ്സിലായിക്കോട്ടെ മറ്റുള്ളതായിക്കോട്ടെ, അത് ഇംഗ്ലീഷിലും മലയാളത്തിൽ. സന്തോഷം. ഓക്കെ, വളരെ സന്തോഷം. സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
എന്തായാലും അഡ്മിഷൻ ആവശ്യമുള്ള ആൾ നമ്പർ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൊടുത്തോളൂ. കോട്ടക്കലെ എഡ്രിക്കോട് ധൈര്യസമേത അഡ്മിഷൻ എടുത്തോളൂ. ഒന്നില്ലെങ്കിൽ വന്ന് അന്വേഷിക്കട്ടെ. തീർച്ചയായിട്ടും ഈ മേഖലയെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരായാലും വരട്ടെ. നിങ്ങളൊന്ന് ജസ്റ്റ് വരി, എന്നിട്ട് അഡ്മിഷൻ പിന്നെ ഈ സാറ് വന്ന് കണ്ടോളി. ഓക്കെ.